Hello students, welcome back to +1 Economics ഓൺലൈൻ ക്ലാസ് റൂം. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഇക്കണോമിക്സിലെ 6ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ, പ്രകീർണനത്തിൻ്റെ അളവുകൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടെയാണ് ഇത്. ഞാൻ നിങ്ങളോട് മുൻപേ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റാറ്റിസ്റ്റിക്സിൽ 5, 6, 7 തുടങ്ങിയ ചാപ്റ്ററുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം ഈ ചാപ്റ്ററുകൾ ഓരോന്നായിട്ട് നിങ്ങൾ പഠിക്കാൻ. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് എന്താണ്? മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ, പ്രകീർണനത്തിൻ്റെ അളവുകൾ. എന്താണ് ഡിസ്പെർഷൻ ആ ടേം കൊണ്ട് മീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അർത്ഥമാക്കുന്നത്? ഡിസ്പെർഷൻ മീൻസ് ഡിസ്പാരിറ്റി ഓർ ഡിഫറൻസ്, വ്യത്യാസം എന്നാണ് അർത്ഥം. ആരൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്നാണ് ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ടായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിലേക്ക് നമുക്ക് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഡിസ്പെർഷൻ എന്താണ് എന്ന് ഒരു ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, ദ വേർഡ് ഓർ ദ ടേം ഡിസ്പെർഷൻ മീൻസ് ഡീവിയേഷൻ ഓർ ഡിഫറൻസ് അല്ലേ? ഡിസ്പെർഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡീവിയേഷൻ അല്ലെങ്കിൽ ഡിഫറൻസ്, വ്യത്യാസം എന്നാണ് അർത്ഥമാക്കുന്നത്. അതാണ് ഈ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ശ്രേണിയിലെ ഓരോ സംഖ്യകൾക്കും, അതായത് എക്സ് വിലകൾക്കും ശരാശരിയിൽ നിന്നുള്ള വ്യത്യാസത്തിനെയാണ് പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പെർഷൻ എന്ന് പറയുന്നത്. എന്തായിരുന്നു? ഇറ്റ് ഈസ് ദി extent to which values in a series or distribution differ from average. ഒരു ശ്രേണിയിലെ ഓരോ സംഖ്യകൾക്കും, അതായത് എക്സ് മൂല്യങ്ങൾക്കും ശരാശരിയിൽ നിന്നുള്ള വ്യത്യാസത്തിനെയാണ് പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പെർഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു വാക്ക് പറഞ്ഞു അല്ലേ, ശരാശരിയിൽ നിന്നും അല്ലെങ്കിൽ ആവറേജ്. ആവറേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 ശരാശരികളാണുള്ളത് അല്ലേ? ദർ ആർ 3 ആവറേജസ്, 3 ശരാശരികളാണുള്ളത്. പ്രീവിയസ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അരിത്തമെറ്റിക് മീൻ, മീഡിയൻ ആൻഡ് മോഡ്, ഇവ 3ഉമാണ് ആവറേജസ് അല്ലെങ്കിൽ ശരാശരികൾ. അപ്പോൾ നമുക്ക് വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ പറയാം? ഒരു ശ്രേണിയിലെ ഓരോ സംഖ്യകൾക്കും അരിത്തമെറ്റിക് മീനിൽ നിന്നോ മീഡിയനിൽ നിന്നോ അതോ മോഡിൽ നിന്നോ ഉള്ള വ്യത്യാസത്തിനെയാണ് ഡിസ്പെർഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി extent to which the values in a series or distribution is differ from mean or median or mode. ഈ 3 ശരാശരികളിൽ നിന്ന് എക്സ് വാല്യൂസ്, അതിനുണ്ടാകുന്ന വ്യത്യാസം, ഡിഫറൻസ്, ഇതിനെയാണ് ഡിസ്പെർഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ശരാശരി എന്ന് പറഞ്ഞാൽ ഇവ 3ഉമാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്താണ് ഡിസ്പെർഷൻ എന്ന് പഠിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത്, ദർ ആർ 2 ടൈപ്സ് ഓർ 2 മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. ഡിസ്പെർഷന് 2 തരമാണുള്ളത്, അല്ലെങ്കിൽ 2 തരത്തിലാണുള്ളത്, അല്ലെങ്കിൽ 2 അളവുകളാണ് ഉള്ളത്. ഓർത്തു വെക്കണം, ദർ ആർ 2 ടൈപ്സ് ഓർ 2 മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. ഡിസ്പെർഷന് 2 അളവുകളാണ് അല്ലെങ്കിൽ 2 തരത്തിലാണ് ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ ആബ്സല്യൂട്ട് മെഷേഴ്സ് അല്ലെങ്കിൽ യഥാർത്ഥ അളവുകൾ എന്ന് പറയും. സെക്കൻഡ് വൺ റിലേറ്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ ആപേക്ഷിക അളവുകൾ. ഈ 2 എണ്ണമാണ് ഡിസ്പെർഷൻ്റെ 2 അളവുകൾ അല്ലെങ്കിൽ 2 ടൈപ്സ്, 2 തരങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദർ ആർ 2 ടൈപ്സ് ഓർ 2 മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. പ്രകീർണനത്തിന് 2 അളവുകൾ അല്ലെങ്കിൽ 2 തരത്തിലാണുള്ളത്. ഒന്ന് അബ്സല്യൂട്ട് മെഷേഴ്സ് അല്ലെങ്കിൽ യഥാർത്ഥ അളവുകളും, സെക്കൻഡ് റിലേറ്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ ആപേക്ഷിക അളവുകളും. ഒന്നാമത്തെ അളവായിട്ടുള്ള ആബ്സല്യൂട്ട് മെഷേഴ്സ്, അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ആബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ, പ്രകീർണനത്തിൻ്റെ യഥാർത്ഥ അളവുകൾ. ആബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ can be broadly divided into 5. പ്രകീർണനത്തിൻ്റെ അല്ലെങ്കിൽ ഡിസ്പെർഷൻ്റെ യഥാർത്ഥ അളവുകളെ 5 ആയിട്ട് തരംതിരിക്കുന്നു, അല്ലെങ്കിൽ 5 അളവുകളാണ് ഈ ഒരു
ആബ്സല്യൂട്ട് മെഷേഴ്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ആബ്സല്യൂട്ട് മെഷേഴ്സ് ഡിസ്പെർഷൻ ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 5 5 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ റേഞ്ച്, നമുക്കറിയുന്നതാണ് അല്ലേ, 3rd ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് റേഞ്ച്, അതേ കാര്യം തന്നെയാണ്. സെക്കൻഡ് വൺ ക്വാർട്ടൈൽ ഡീവിയേഷൻ. ഓക്കെ, തേർഡ് മീൻ ഡീവിയേഷൻ, ഫോർത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് ഫിഫ്ത്ത് വൺ ലോറൻസ് കർവ്, ലോറൻസ് വക്രം എന്ന് പറയും. ഈ 5 ഡിസ്പെർഷൻ്റെ ആബ്സല്യൂട്ട് മെഷേഴ്സ് അല്ലെങ്കിൽ പ്രകീർണനത്തിൻ്റെ യഥാർത്ഥ അളവുകൾ. ഫസ്റ്റ് വൺ റേഞ്ച്, സെക്കൻഡ് വൺ ക്വാർട്ടൈൽ ഡീവിയേഷൻ, തേർഡ് വൺ മീൻ ഡീവിയേഷൻ, ഫോർത്ത് വൺ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫിഫ്ത്ത് വൺ ലോറൻസ് കർവ്, ലോറൻസ് വക്രം. ഓക്കെ, ഇതിൽ ഓരോന്നിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സെക്കൻഡ് മെഷർ ഏതായിരുന്നു? റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ, പ്രകീർണനത്തിൻ്റെ ആപേക്ഷിക അളവുകൾ. ഓക്കെ, ഇവിടെ ആബ്സല്യൂട്ട് മെഷേഴ്സ് അല്ലെങ്കിൽ പ്രകീർണനത്തിൻ്റെ ഡിസ്പെർഷൻ്റെ യഥാർത്ഥ അളവുകൾ നമ്മൾ പഠിച്ചു അല്ലേ. അതിലെ ആദ്യത്തെ 4 ഇത്തരത്തിൽ ആപേക്ഷിക അളവുകൾ പഠിക്കാനുള്ളത് അല്ലെങ്കിൽ റിലേറ്റീവ് മെഷേഴ്സ് പഠിക്കാനുള്ളത്. ഓക്കെ, സിമ്പിളാണ്. ഫസ്റ്റ് വൺ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്, റേഞ്ചിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ ആബ്സല്യൂട്ട് മെഷേഴ്സിൽ നമ്മൾ ആദ്യം പഠിച്ച 4 അതിൻ്റെ കോഎഫിഷ്യൻ്റ്, അതിൻ്റെ കൂടെ കോഎഫിഷ്യൻ്റ് എന്നൊരു വാക്ക് കൊടുത്താൽ മതി. അതിൻ്റെ കോഎഫിഷ്യൻ്റുകളെയാണ് റിലേറ്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ ആപേക്ഷിക അളവുകൾ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഒന്നാമത്തെ റിലേറ്റീവ് മെഷർ അല്ലെങ്കിൽ ആപേക്ഷിക അളവാണ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്. കോഎഫിഷ്യൻ്റ് CO ദെൻ ഒരു ഐഫൺ കൊടുത്തിട്ട് വേണം എഫിഷ്യൻ്റ് എന്ന് എഴുതാൻ. ഓക്കെ, ആ പാറ്റേണിൽ തന്നെ ഓർത്തു വെക്കണം. കോഎഫിഷ്യൻ്റ് CO എന്ന് കഴിഞ്ഞ ശേഷം ഒരു ഐഫൺ കൊടുത്തിട്ട് വേണം എഫിഷ്യൻ്റ് എന്ന് എഴുതാൻ വേണ്ടിയിട്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്. സെക്കൻഡ് മെഷറാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ, തേർഡ് കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ, ഫോർത്ത് കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ മറ്റൊരു പേരിൽ കൂടെ അറിയപ്പെടും, അതും എക്സാമിന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ റെഡ് ഇങ്കിൽ കൊടുത്തിട്ടുണ്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്നുകൂടെ അറിയപ്പെടുന്നു. ആരെ? കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ CV എന്നും പറയും. ഓക്കെ, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ അല്ലെങ്കിൽ CV എന്ന ഷോർട്ടായിട്ടും പറയുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ആദ്യത്തെ 4 യഥാർത്ഥ അളവുകൾ ഡിസ്പെർഷൻ്റെ ആബ്സല്യൂട്ട് മെഷേഴ്സ് അല്ലേ, ആബ്സല്യൂട്ട് മെഷേഴ്സ് 4 അതിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. അതിന് 4 എന്തുണ്ടായിരിക്കും? കോഎഫിഷ്യൻ്റ് ഉണ്ടായിരിക്കും. അതാണ് റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ റേഞ്ചിന് കോഎഫിഷ്യൻ്റ് ഉണ്ട്, ക്വാർട്ടൈൽ ഡീവിയേഷന് കോഎഫിഷ്യൻ്റ് ഉണ്ട്, മീൻ ഡീവിയേഷന് കോഎഫിഷ്യൻ്റ് ഉണ്ട്, ആൻഡ് ഫൈനൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് കോഎഫിഷ്യൻ്റ് ഉണ്ട്. അതിനെ മറ്റൊരു പേരിൽ കൂടെ അറിയപ്പെടുന്നു കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ, CV എന്ന പേരിലും അറിയപ്പെടുന്നു. ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് ഇതിലെ അബ്സല്യൂട്ട് മെഷേഴ്സും അതുപോലെ റിലേറ്റീവ് മെഷേഴ്സും ഓരോന്നായിട്ട് എടുത്ത് ഡിസ്കസ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ടായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഉള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തെ ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പെർഷൻ, ഒന്നാമത്തെ പ്രകീർണനത്തിൻ്റെ യഥാർത്ഥ അളവായിട്ടുള്ള റേഞ്ചിനെ കുറിച്ചും അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്. ഓക്കെ, റേഞ്ച് ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ചുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഇക്വേഷൻ, മാത്തമാറ്റിക്കൽ ഫോർമുല, അതുപോലെ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ്, അതൊക്കെയാണ് ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടോപ്പിക് ഫസ്റ്റ് വൺ റേഞ്ച് അല്ലേ, ഒന്നാമത്തെ അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ആണ്. ഒന്നാമത്തെ പ്രകീർണനത്തിൻ്റെ യഥാർത്ഥ അളവാണ് റേഞ്ച്. നമുക്കറിയുന്നത് തന്നെയാണ്, പ്രീവിയസ് 3rd ചാപ്റ്ററിൽ അല്ലേ, 3ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് റേഞ്ച്. എന്താണ് റേഞ്ച്? വി നോ ദാറ്റ് ഒരു ശ്രേണിയിലെ ഏറ്റവും വലിയ മൂല്യവും ഏറ്റവും ചെറിയ മൂല്യവും തമ്മിലുള്ള വ്യത്യാസമാണ് റേഞ്ച്. ഇങ്ങനെ പറയാം, റേഞ്ച് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ലാർജസ്റ്റ് വാല്യൂ ആൻഡ് സ്മോളസ്റ്റ് വാല്യൂ ഓഫ് ദി സീരീസ് അല്ലേ. ഒരു ശ്രേണിയിലെ ഏറ്റവും വലിയ മൂല്യവും ഏറ്റവും ചെറിയ മൂല്യവും തമ്മിലുള്ള വ്യത്യാസമാണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്
റേഞ്ച് ഈക്വൽ ടു എൽ മൈനസ് എസ് അല്ലേ, എൽ മൈനസ് എസ്. എന്താണ് എൽ? ലാർജസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ ഏറ്റവും വലിയ മൂല്യം. എന്താണ് എസ്? സ്മോളസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ മൂല്യം. ആൻഡ് ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആർ അല്ലേ. റേഞ്ചിനെ നമുക്ക് ആർ എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം. ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു എൽ മൈനസ് എസ്. റേഞ്ച് ഈക്വൽ ടു ലാർജസ്റ്റ് വാല്യൂ മൈനസ് സ്മോളസ്റ്റ് വാല്യൂ. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് റേഞ്ചിൻ്റെ കോഎഫിഷ്യൻറ്റ് പഠിക്കണം. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, വളരെ ചെറിയൊരു ഇക്വേഷനാണ്, ബോക്സിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. കോഎഫിഷ്യൻറ്റ് ഓഫ് റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? എൽ മൈനസ് എസ് ഡിവൈഡഡ് ബൈ എൽ പ്ലസ് എസ്. എന്താണ്? എൽ മൈനസ് എസ് ഡിവൈഡഡ് ബൈ എൽ പ്ലസ് എസ്. രണ്ട് ഇക്വേഷനും ഞാൻ കൊടുത്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. എപ്പോഴും ഏതെങ്കിലും അബ്സല്യൂട്ട് മെഷർ മാത്രം കാണാൻ വേണ്ടിയിട്ടല്ല ചോദ്യം വരിക, അതിൻ്റെ റിലേറ്റീവ് മെഷർ അല്ലെങ്കിൽ അതിൻ്റെ കോഎഫിഷ്യൻ്റ് കൂടെ കാണാൻ വേണ്ടിയിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ റേഞ്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കോഎഫിഷ്യൻ്റ്, ദാറ്റ് ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ചും ചോദിക്കും. ഇനി ഒരു പക്ഷേ ക്വാർട്ടൈൽ ഡീവിയേഷൻ ചോദിച്ചു, ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാൻ പറഞ്ഞാൽ അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷനും കാണാൻ വേണ്ടി ചോദിക്കും. ഓക്കെ, അപ്പോൾ അബ്സല്യൂട്ട് മെഷേഴ്സും റിലേറ്റീവ് മെഷേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് ഇക്വേഷൻ ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ഇനി നമുക്ക് ഈ ഇക്വേഷൻസ്, രണ്ട് ഇക്വേഷൻസ്, റേഞ്ചിന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും അതിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ ഇക്വേഷനും ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രോബ്ലം ചെയ്യാം അല്ലേ. അത് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഒരു കമ്പനിയുടെ കഴിഞ്ഞ 8 വർഷത്തെ ലാഭം താഴെ കൊടുത്തിരിക്കുന്നു. റേഞ്ച് ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കണ്ടുപിടിക്കുക. അതായത് ഒരു കമ്പനിയുടെ ലാസ്റ്റ് 8 ഇയേഴ്സിലെ പ്രോഫിറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്നും കാൽക്കുലേറ്റ് റേഞ്ച് ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്, ഇത് രണ്ടും കണ്ടുപിടിക്കുക. റേഞ്ചും റേഞ്ചിൻ്റെ കോഎഫിഷ്യൻറ്റും കണ്ടുപിടിക്കുക. പ്രോഫിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. നമുക്ക് അറിയുന്നതാണ് 3 സീരീസ് ഉണ്ട്. ഇൻഡിവിജ്വൽ സീരീസ് അല്ലെങ്കിൽ വ്യക്തിഗത ശ്രേണി, ഡിസ്ക്രീറ്റ് സീരീസ് അല്ലെങ്കിൽ അസന്തത ശ്രേണി, ദെൻ കണ്ടിന്യൂസ് സീരീസ് അല്ലെങ്കിൽ സന്തത ശ്രേണി. നമുക്കെല്ലാം അറിയുന്നതാണ്. അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക? ഒരു സീരീസ് തന്നാൽ അത് ഏത് സീരീസ് ആണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അതൊക്കെ ഞാൻ പ്രീവിയസ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എന്നാൽ ഇനി മുതൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല, പ്രത്യേകം എടുത്ത് പറയില്ല. അതായത് ഈ ഹെഡിങ് കൊടുത്തു, ഇൻഡിവിജ്വൽ സീരീസ് എന്ന ഹെഡിങ് കൊടുത്തു, അതിൻ്റെ താഴെ വരുന്ന ചോദ്യമെല്ലാം ആ രീതിയിൽപ്പെട്ട ചോദ്യമായിരിക്കും. ഇനി ഞാൻ പ്രത്യേകം ഇൻഡിവിജ്വൽ സീരീസ് ആണോ, ഡിസ്ക്രീറ്റ് സീരീസ് ആണോ, കണ്ടിന്യൂസ് സീരീസ് ആണോ ഒന്നും പറയില്ല. ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾ തന്നെ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യണം ഇതേത് സീരീസിലുള്ള ചോദ്യമാണ് എന്ന്. ക്ലിയർ ആണല്ലോ? നോക്കിക്കേ, ഈ ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കൂ. എന്നിട്ട് നിങ്ങൾ പറയണം ഇതേത് സീരീസിലെ ചോദ്യമാണെന്ന് അല്ലെങ്കിൽ ഏത് ശ്രേണിയിലെ ചോദ്യമാണെന്ന്. പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ടല്ലേ, ലാഭം കൊടുത്തിട്ടുണ്ട്. ഇവിടെ കോമയിട്ട് എഴുതിയിട്ടുണ്ടല്ലേ, 40, 30, 80, 100 അങ്ങനെ കോമയിട്ട് 230 വരെ എഴുതിയിട്ടുണ്ട്. ഇതാണ് 8 വർഷത്തെ ലാസ്റ്റ് 8 ഇയേഴ്സിലെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ. നോക്കിക്കേ, ഇത് ഏത് സീരീസിലെ ചോദ്യമാണ്? യെസ്, കറക്റ്റാണ്. ഇൻഡിവിജ്വൽ സീരീസ്, വ്യക്തിഗത ശ്രേണിയിലെ ചോദ്യമാണ്. എങ്ങനെ മനസ്സിലായി? വ്യക്തിഗത ശ്രേണിയിൽ ഒരിക്കലും ഫ്രീക്വൻസി തരില്ല അല്ലേ, ഫ്രീക്വൻസി തരില്ല. പിന്നെയോ ഒരു ഐറ്റം ഒരു തവണ മാത്രമേ റിപ്പീറ്റ് ചെയ്ത് വരുള്ളൂ അല്ലേ, റിപ്പീറ്റ് ചെയ്തിട്ട് വരുള്ളൂ. നമുക്കറിയാം ഫ്രീക്വൻസി ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് അത് എന്തല്ല, രണ്ടാമത്തെയും മൂന്നാമത്തെയും സീരീസ് അല്ല, ഒന്നാമത്തെ സീരീസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ സീരീസ് അല്ലെങ്കിൽ വ്യക്തിഗത ശ്രേണിയാണ് അല്ലേ. നോക്കിക്കോളൂ, റേഞ്ച് കണ്ടുപിടിക്കണം. റേഞ്ച് ഈക്വൽ ടു എൽ മൈനസ് എസ്, ലാർജസ്റ്റ് വാല്യൂ മൈനസ് സ്മോളസ്റ്റ് വാല്യൂ. ഏറ്റവും വലിയ മൂല്യം നോക്കിക്കേ, ഈ തന്നിട്ടുള്ള എക്സ് വാല്യൂ, ഇത് എക്സ് വാല്യൂ ആണല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ചോദ്യത്തിൽ തരുന്ന പേര് ചിലപ്പം ലാഭാവാം, വയസ്സാവാം, മാർക്കാവാം, എന്തും ആയിക്കോട്ടെ. അവിടെ തരുന്ന എമൗണ്ടുകൾ, സംഖ്യകളെല്ലാം എന്തിനെ കാണിക്കുന്നു? എക്സ് വാല്യൂസ് അല്ലേ, എക്സിനെയാണ് കാണിക്കുന്നത്. ഈ തന്നിട്ടുള്ള എക്സ് വാല്യൂസിൽ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ, ഏറ്റവും വലിയ മൂല്യം ഏതാ? അവിടെ എഴുതി വെക്കണം, റൈറ്റ് സൈഡിൽ എഴുതി കാണാം നിങ്ങൾക്ക്. എൽ ഈക്വൽ ടു 230 അല്ലേ, 230 ഏറ്റവും വലിയ മൂല്യം. ഏറ്റവും ചെറിയ മൂല്യം ദാറ്റ് ഈസ് എസ് ഈക്വൽ ടു എഴുതി വെക്കണം, 30. ഈ ഒരു സീരീസിലെ ഏറ്റവും ചെറിയ മൂല്യം ഏതാ? 30.
കിട്ടിയല്ലോ, എല്ലും എസും കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഇക്വേഷൻ റൈറ്റ് ഡൗൺ ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് റേഞ്ച് ഈക്വൽ ടു 230 മൈനസ് 30, 230 മൈനസ് 30, ആൻസർ 200. റേഞ്ച് എത്ര കിട്ടി? 200 എന്ന് കിട്ടി. അത് മാത്രം മതിയോ? ഇപ്പോൾ റേഞ്ച് മാത്രമാണ് കിട്ടിയത്. ഇനി റേഞ്ചിൻ്റെ കോഎഫിഷ്യൻ്റ് കൂടെ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കണ്ടുപിടിക്കണം. ദെൻ റൈറ്റ് ഡൗൺ ദി ഇക്വേഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ഈക്വൽ ടു L മൈനസ് എസ് ഡിവൈഡഡ് ബൈ L പ്ലസ് എസ് ആണല്ലോ. എല്ലും എസും നമുക്ക് കിട്ടി. ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്തോളൂ. എങ്ങനെ കിട്ടും? L മൈനസ് എസ് 230 മൈനസ് 30 ഡിവൈഡഡ് ബൈ L പ്ലസ് എസ് 230 പ്ലസ് 30 അല്ലേ. 230 മൈനസ് 30 എത്രയാ? 200 ഡിവൈഡഡ് ബൈ 230 പ്ലസ് 30 എത്രയാ? 260. ദാറ്റ് ഈസ് സിംപ്ലിഫൈ ചെയ്താൽ 200 മൈനസ് 260, ആൻസർ ഈസ് 0.76. അതിന് ഞാൻ റൗണ്ട് ചെയ്തിട്ട് 0.77 എന്നാക്കിയിട്ട് മാറ്റി അല്ലേ. അപ്പോൾ ആൻസർ കിട്ടി. കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് 0.77, 0.77 എന്നാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ശ്രദ്ധിച്ചോളൂ. കാൽക്കുലേറ്റ് റേഞ്ച് ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ഫോർ ദി ഫോളോവിങ് ഡാറ്റ. താഴെ തന്നിട്ടുള്ള ഡാറ്റയിൽ നിന്ന് റേഞ്ച് അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ചും കണ്ടുപിടിക്കുക. ഇവിടെ ഞാൻ സീരീസ് അല്ലെങ്കിൽ ഏത് ശ്രേണിയിലെ ചോദ്യമാണെന്ന് പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടില്ല. ചോദ്യം താഴെ കൊടുക്കുന്നു അല്ലേ. എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം ഇത് ഏത് സീരീസ് ആണ്. ദിസ് സീരീസ് ബിലോങ്സ് ടു വിച്ച് വൺ? ഓക്കെ, 2 കോളങ്ങളുണ്ട്. ഫസ്റ്റ് കോളം എക്സ് വാല്യൂ, എക്സ് മൂല്യമാണ്. രണ്ടാമത്തെ കോളം ഫ്രീക്വൻസി, ആവൃത്തി, ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ എഫ് അല്ലേ. എഫ് എന്ന ലെറ്റർ കൊണ്ട് പറയുന്നു. എക്സ് വാല്യൂ തന്നിട്ടുണ്ട്, അതിന് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി എഫും തന്നിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞേ ഇത് ഏത് സീരീസ് ആയിരിക്കും? ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ ഫ്രീക്വൻസി തന്നത് കൊണ്ട് അത് ഒരു കാരണവശാലും എന്താവില്ല എന്ന് പറയാം. നമുക്ക് ഇൻഡിവിജ്വൽ സീരീസ് അല്ല, വ്യക്തിഗത ശ്രേണി അല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നതാണ്. പിന്നെ വരുന്നത് ഏതാണ്? ഒന്നെങ്കിൽ ഡിസ്ക്രീറ്റ് സീരീസോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് സീരീസോ ആയിരിക്കും. അസന്തത ശ്രേണിയോ സന്തത ശ്രേണിയോ ആയിരിക്കും. ഇനി അതിൽ ഏതാണെന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? തന്ന എക്സ് വാല്യൂസ് ക്ലാസ്സുകളായിട്ടാണോ അതോ ക്ലാസ്സുകളായിട്ടല്ലയോ? ക്ലാസ്സുകളായിട്ടാണോ? അല്ല, ക്ലാസ്സുകളായിട്ടല്ല തന്നിട്ടുള്ളത്. ക്ലാസ്സുകളായിട്ടാണ് തന്നതെങ്കിൽ അത് കണ്ടിന്യൂസ് സീരീസ് ആയിരിക്കും അല്ലെങ്കിൽ സന്തത ശ്രേണിയായിരിക്കും. എന്നാൽ ഇവിടെ ക്ലാസ്സുകളായിട്ടാണോ എക്സ് മൂല്യം തന്നത്? അല്ല. അതുകൊണ്ട് ഇതെന്താണ്? യെസ്, ഡിസ്ക്രീറ്റ് സീരീസിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ അസന്തത ശ്രേണിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ്. ഓക്കെ, മനസ്സിലാക്കി. ഇങ്ങനെയാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഏത് സീരീസ് ആണെന്ന്. ക്ലിയർ ആണല്ലോ? ആൻസർ നോക്കിക്കോളൂ. റേഞ്ച് ഈക്വൽ ടു L മൈനസ് എസ്, ലാർജസ്റ്റ് വാല്യൂ മൈനസ് സ്മോളസ്റ്റ് വാല്യൂ. നിങ്ങൾ പറഞ്ഞ് ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മൾ എങ്ങനെയാണ് റേഞ്ചിലെ കണ്ടുപിടിക്കാൻ ആവശ്യമായ ലാർജസ്റ്റ് വാല്യൂം സ്മോളസ്റ്റ് വാല്യൂ എടുക്കുക? അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റേഞ്ച് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ഫ്രീക്വൻസി ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല. ഓക്കെ, ഫ്രീക്വൻസി ഒരു കാരണവശാലും കൺസിഡർ ചെയ്യാൻ പാടില്ല. എപ്പോഴും റേഞ്ച് എവിടെ നിന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? എക്സ് വാല്യൂവിൽ നിന്നായിരിക്കും. ദാറ്റ് ഈസ് എക്സ് വാല്യൂവിലെ ഏറ്റവും വലിയ മൂല്യവും ഏറ്റവും ചെറിയ മൂല്യമാണ് നമ്മൾ റേഞ്ച് കണ്ടുപിടിക്കാനായിട്ട് എടുക്കേണ്ടത്. ഒരു കാരണവശാലും ഫ്രീക്വൻസി എടുക്കാൻ പാടില്ല. ഫ്രീക്വൻസിയെ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നേ ഇല്ല, ഓർത്ത് വെക്കണം. ക്ലിയർ ആണല്ലോ? നോക്കിക്കോളൂ, റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ റൈറ്റ് ഡൗൺ ചെയ്തു. അതിനുശേഷം L ലാർജസ്റ്റ് വാല്യൂ നോക്കിക്കേ. എക്സ് വാല്യൂവിലെ ഏറ്റവും വലിയ മൂല്യം ഏതാ? 38 ആണ്. ഏറ്റവും ചെറിയ വാല്യൂ ഏതാ? എസ് 5 ആണ് അല്ലേ. ദെൻ ഡിഡക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുന്നു അല്ലേ. റേഞ്ച് ഈക്വൽ ടു L മൈനസ് എസ്. 38 മൈനസ് 5 എത്ര കിട്ടി? 33, 33 എന്ന് കിട്ടി. അതിനുശേഷം കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്, റേഞ്ചിൻ്റെ കോഎഫിഷ്യൻറ്റും കണ്ടുപിടിക്കണം അല്ലേ. ഇക്വേഷൻ ഈസ് L മൈനസ് എസ് ഡിവൈഡഡ് ബൈ L പ്ലസ് എസ്. ദാറ്റ് ഈസ് സിംപ്ലിഫൈ ചെയ്താൽ 38 മൈനസ് 5 ഡിവൈഡഡ് ബൈ 38 പ്ലസ് 5. ദാറ്റ് ഈസ് ഈക്വൽ ടു 33 ഡിവൈഡഡ് ബൈ 43. ആൻസർ ഈസ്
0.77 0.77 എന്ന് ഉത്തരം കിട്ടി. വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ് റേഞ്ചും അതിൻ്റെ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാനുള്ളതും ഇക്വേഷൻ. ബട്ട് ഫോർമുല എന്തായാലും മേക്ക് ഷുവർ ആവണം അത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന്. ഓക്കെ, അടുത്തൊരു ചോദ്യം കൂടെ ശ്രദ്ധിച്ചോളൂ. കാൽക്കുലേറ്റ് റേഞ്ച് ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്. റേഞ്ചിൻ്റെ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കുക. താഴെ ചോദ്യം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പറയണം ഇതേത് സീരീസിലെ ചോദ്യമാണ്. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ റിമൈൻഡ് ചെയ്ത് കാണും. ഫസ്റ്റ് കോളം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് കോളം എക്സ് ആണ്, രണ്ടാമത്തെ കോളം എഫ് ആണ്, ഫ്രീക്വൻസി ആണ്. എക്സ് കോളം അല്ലെങ്കിൽ എക്സ് വാല്യൂ ഇവിടെ ക്ലാസ്സുകളായിട്ടാണ് തന്നിട്ടുള്ളത്, അല്ലേ? ക്ലാസ്സുകളായിട്ടാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഉറപ്പിക്കാം അതേത് സീരീസാ? യെസ്, അല്ലേ? ബ്ലൈൻഡ്ലി വി ക്യാൻ സേ ഇറ്റ് ബിലോങ് ടു കണ്ടിന്യൂസ് സീരീസ്, അല്ലേ? ഇത് സന്തത ശ്രേണിയാണെന്ന് ഉറപ്പിക്കാം. ഓക്കെ ആണല്ലോ. ദെൻ ഇക്വേഷൻ റൈറ്റ് ഡൗൺ ചെയ്യുക. ആദ്യം എൽ, എസ് എന്നിവ കണ്ടുപിടിക്കണം. കണ്ടിന്യൂസ് സീരീസിൽ റേഞ്ച് കണ്ടുപിടിക്കാൻ ഞാൻ വീണ്ടും പറഞ്ഞിരുന്നു, ഒരു കാരണവശാലും ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തിയെ നിങ്ങൾ പരിഗണിക്കാനേ പാടില്ല. എപ്പോഴും എക്സ് വാല്യൂവിനെയാണ് നിങ്ങൾ എടുക്കേണ്ടത്, അല്ലേ? നോക്കിക്കേ, കണ്ടിന്യൂസ് സീരീസിൽ നമ്മൾ എങ്ങനെയാണ് എൽ അതുപോലെ എസ്, ലാർജസ്റ്റ് വാല്യൂ സ്മോളസ്റ്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? പഠിച്ചിരുന്നു, അല്ലേ? അതായത് അവസാനത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ക്ലാസ്സിലെ അപ്പർ ലിമിറ്റും ഉച്ച പരിധിയും ഫസ്റ്റ് ക്ലാസ്സിലെ അല്ലെങ്കിൽ ഒന്നാമത്തെ ക്ലാസ്സിലെ ലോവർ ലിമിറ്റും അല്ലെങ്കിൽ നീചപരിധിയും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും റേഞ്ച് എന്ന് പറഞ്ഞാൽ. ഏത് സീരീസിൽ? കണ്ടിന്യൂസ് സീരീസിൽ. എങ്ങനെ പറയാം? ലാസ്റ്റ് ക്ലാസ്സിലെ അപ്പർ ലിമിറ്റും അല്ലെങ്കിൽ അവസാനത്തെ ക്ലാസ്സിലെ ഉച്ചപരിധിയും ഒന്നാമത്തെ ക്ലാസ്സിലെ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിലെ ലോവർ ലിമിറ്റും, അല്ലേ, നീചപരിധിയും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും സന്തത ശ്രേണിയിലെ അല്ലെങ്കിൽ കണ്ടിന്യൂസ് സീരീസിൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ. നോക്കിക്കേ നിങ്ങൾ, ഇവിടെ ഏറ്റവും വലിയ മൂല്യം എൽ എത്രയാ? 120. അവസാനത്തെ ക്ലാസ് 110 to 120 അതിലെ അപ്പർ ലിമിറ്റ് ഉച്ചപരിധി എത്രയാ? 120. അതാണ് എൽ, ലാർജസ്റ്റ് വാല്യൂ. ഇനി എസ് എത്രയാ? 50. എങ്ങനെ കിട്ടി? ഒന്നാമത്തെ ക്ലാസ് ഏതാ? 50 to 60. അതിലെ നീചപരിധി അല്ലെങ്കിൽ ലോവർ ലിമിറ്റ് ഏതാ? 50. അതാണ് എസ്. ക്ലിയർ ആണല്ലോ? ലോജിക്ക് ഓക്കെ ആണല്ലോ? കിട്ടി. ദെൻ റൈറ്റ് ഡൗൺ ദി ഇക്വേഷൻ. റേഞ്ച് ഈക്വൽ ടു എൽ മൈനസ് എസ്. 120 മൈനസ് 50. ആൻസർ ഈസ് 70. റേഞ്ച് കിട്ടി 70 ആണ്. ദെൻ അടുത്തത് എന്ത് കണ്ടുപിടിക്കണം? കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്. റേഞ്ചിൻ്റെ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കണം. ദെൻ ഇക്വേഷൻ റൈറ്റ് ഡൗൺ. എൽ മൈനസ് എസ് ഡിവൈഡഡ് ബൈ എൽ പ്ലസ് എസ്. 120 മൈനസ് 50 ഡിവൈഡഡ് ബൈ 120 പ്ലസ് 50. ദാറ്റ് ഈസ് ഈക്വൽ ടു 70 ഡിവൈഡഡ് ബൈ 170. ആൻസർ ഈസ് 0.41. 0.41 0.41 കിട്ടി. അപ്പോൾ റേഞ്ച് കണ്ടുപിടിച്ചു, അതുപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കണ്ടുപിടിച്ചു. അതുമായി ബന്ധപ്പെട്ട 3 സീരീസിലെയും ചോദ്യങ്ങൾ ചെയ്തു, അല്ലേ? 3 ശ്രേണിയിലെയും പെട്ട ചോദ്യങ്ങൾ ചെയ്തു. ബട്ട് ഞാൻ ഏത് ശ്രേണിയാണെന്ന് നിങ്ങളോട് പ്രത്യേകം കൊടുത്തില്ല. അത് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കണം, ഐഡൻറ്റിഫൈ ചെയ്യണം. അതെങ്ങനെ ചെയ്യാമെന്നും ഞാൻ നിങ്ങൾക്ക് മുന്നേ ക്ലാസ്സുകളിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലേ? ഇപ്പോൾ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തന്നു, ഓർമ്മയിൽ നിൽക്കണം. ഓക്കെ, ഇനി 2 നോട്ട് പോയിൻറ്റ്സുകൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതേ സീരീസസിൽ പഠിക്കണം. നോട്ട് 1, സന്തത ശ്രേണിയിൽ റേഞ്ച് എന്നാൽ അവസാനത്തെ ക്ലാസ്സിൻ്റെ ഉച്ചപരിധിയും ഒന്നാമത്തെ ക്ലാസ്സിൻ്റെ നീചപരിധിയും തമ്മിലുള്ള വ്യത്യാസമാണ്, അല്ലേ? ഓർത്ത് വെക്കണം. അതായത് ഇൻ കണ്ടിന്യൂസ് സീരീസ് ദ റേഞ്ച് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് ഓഫ് ദി ലാസ്റ്റ് ക്ലാസ് ആൻഡ് ലോവർ ലിമിറ്റ് ഓഫ് ദി ഫസ്റ്റ് ക്ലാസ്. ക്ലിയർ ആണല്ലോ? സന്തത ശ്രേണിയിൽ റേഞ്ച് എന്നാൽ അവസാനത്തെ ക്ലാസ്സിൻ്റെ ഉച്ചപരിധിയും ഒന്നാമത്തെ ക്ലാസ്സിൻ്റെ നീചപരിധിയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇൻ കണ്ടിന്യൂസ് സീരീസ് ദ റേഞ്ച് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പർ ലിമിറ്റ് ഓഫ് ദി ലാസ്റ്റ് ക്ലാസ് ആൻഡ് ലോവർ ലിമിറ്റ് ഓഫ് ദി ഫസ്റ്റ് ക്ലാസ്. ക്ലിയർ ആണല്ലോ? പഠിച്ചു. രണ്ടാമത്തെ ഒരു നോട്ട് നോക്കിക്കോളൂ. അസന്തത ശ്രേണിയിലും സന്തത ശ്രേണിയിലും റേഞ്ച് കണ്ടുപിടിക്കുന്നതിന് എക്സ് മൂല്യത്തിൽ നിന്നാണ്
L, S എടുക്കേണ്ടത്. ഇവിടെ ആവൃത്തിയെ അല്ലെങ്കിൽ എഫ് ഇതിനെ പരിഗണിക്കുന്നില്ല. ക്ലിയർ ആണല്ലോ? നോട്ട് പോയിന്റ് ആണ്, കൃത്യമായിട്ട് ഓർമ്മ വേണം. ഞാൻ ഇവിടെ പറയുന്ന നോട്ട് പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് ഡൗട്ടുകൾ വരാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ നോട്ടായിട്ട് ഇവിടെ പറയുന്നത്. അതായത് ഇൻ ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ് ഫോർ ഫൈൻഡിങ് റേഞ്ച് വി കൺസിഡർ ഓൺലി എക്സ് വാല്യൂ ആസ് എൽ ആൻഡ് എസ്. ക്ലിയർ ആണല്ലോ? അതായത് ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് എസ് അതുപോലെ എൽ, ലാർജസ്റ്റ് വാല്യൂവും സ്മോളസ്റ്റ് വാല്യൂവും എല്ലും എസ്സും നമ്മൾ എടുക്കേണ്ടത് എക്സ് വാല്യൂവിൽ നിന്നാണ്. ആൻഡ് നോട്ട് കൺസിഡർ ഫ്രീക്വൻസി. ഓക്കെ, അവിടെ ആരെ കൺസിഡർ ചെയ്യാൻ പാടില്ല? ഫ്രീക്വൻസി, ആവൃത്തിയെ കൺസിഡർ ചെയ്യാൻ പാടില്ല. അത് പ്രത്യേകം നോട്ട് ചെയ്യണം, അത് മാറിപ്പോവരുത്. പല കുട്ടികളും ഫ്രീക്വൻസിയുടെ എല്ലും എസ്സും എടുക്കും, ലാർജസ്റ്റ് വാല്യൂ സ്മോളസ്റ്റ് വാല്യൂ. അത് നമ്മൾ അവിടെ എഴുതി ചോദ്യത്തിൽ തന്നു എന്നേ ഉള്ളൂ. ഒരു കാരണവശാലും നിങ്ങൾ റേഞ്ച് കണ്ടുപിടിക്കുമ്പോൾ ലാർജസ്റ്റ് വാല്യൂ എല്ലും സ്മോളസ്റ്റ് വാല്യൂ ആയ എസ്സും എക്സ് മൂല്യത്തിൽ നിന്ന് ഒന്നാമത്തെ കോളത്തിൽ നിന്ന് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണല്ലോ? ഈ രണ്ട് നോട്ട് പോയിന്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് റേഞ്ച്, ഈ ഒരു മെഷറിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, റേഞ്ചിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളുമാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. പോയിന്റ് വൈസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് റേഞ്ച്. ആദ്യം മെറിറ്റ്സ് ആണ് പറയുന്നത്, ഗുണങ്ങളാണ് പറയുന്നത്. 2 പോയിന്റ്സേ ഉള്ളൂ. ഫസ്റ്റ് മെറിറ്റ് ആണ് ഈസി ടു കാൽക്കുലേറ്റ്. ശരിയാണ് അല്ലേ? ഇത് ചെയ്തപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും. വളരെ എളുപ്പത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന ഒരു മെഷറാണ് റേഞ്ച്. ഈസി ടു കാൽക്കുലേറ്റ്, വളരെ പെട്ടെന്ന് കണക്ക് കൂട്ടാൻ സാധിക്കുന്നു. രണ്ടാമത്തെ മെറിറ്റ് ആണ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ശരിയാണ്, എളുപ്പത്തിൽ മനസ്സിലാക്കാനും സാധിക്കുന്നു. 2 മെറിറ്റുകളാണ് റേഞ്ചിനുള്ളത്. ഈസി ടു കാൽക്കുലേറ്റ്, എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ കണക്ക് കൂട്ടാൻ സാധിക്കുന്നു. രണ്ടാമത്തേത് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, എളുപ്പത്തിൽ മനസ്സിലാക്കാനും സാധിക്കുന്നു. പഠിച്ചു. ഇത്രയാണ് 2 മെറിറ്റ്സ് റേഞ്ചിൻ്റെ. ഇനി ഡിമെറിറ്റ്, ഇതിൻ്റെ ദോഷങ്ങൾ, റേഞ്ചിൻ്റെ ദോഷങ്ങൾ നമുക്ക് പഠിക്കണം. 3 പോയിന്റ്സ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഡിമെറിറ്റ്, ഇറ്റ് ഈസ് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. എന്ന് വെച്ചാൽ എന്താണ്? റേഞ്ച് കണ്ടുപിടിക്കുമ്പോൾ 2 ആളുകളെ മാത്രമേ നമ്മൾ പരിഗണിക്കുന്നുള്ളൂ. ആരെയാണ്? ഏറ്റവും വലിയ മൂല്യം എൽ, ലാർജസ്റ്റ് വാല്യൂ, അതുപോലെ ഏറ്റവും ചെറിയ മൂല്യം എസ്, സ്മോളസ്റ്റ് വാല്യൂ. ഇവരെ 2 പേരെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. അതിനിടയിൽ വരുന്ന ആരെയും കൺസിഡർ ചെയ്യുന്നില്ല. അതൊരു പോരായ്മയാണ് അല്ലേ? ബാക്കി എല്ലാവരും അവിടെ നിൽക്കുന്നില്ലേ? അവരാരും എന്ത് ചെയ്യുന്നില്ല? മൈൻഡ് പോലും ചെയ്യുന്നില്ല അല്ലേ? പരിഗണിക്കുന്ന പോലുമില്ല. അവർ വെറുതെ അവിടെ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ 2 പേരെ മാത്രമേ എടുക്കുന്നുള്ളൂ. അതൊരു പോരായ്മയാണ്, ഡ്രോബാക്ക് ആണ്, അല്ലെങ്കിൽ ഡിമെറിറ്റ് ആണ് റേഞ്ചിൻ്റെ. ഓക്കെ, രണ്ടാമത്തെ ഒരു ഡിമെറിറ്റ് ആണ് ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഓൾ ദി ഒബ്സർവേഷൻസ്. ശരിയാണ്, ഒരു സീരീസ് തന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ആ സീരീസിലുള്ള അല്ലെങ്കിൽ ശ്രേണിയിലുള്ള എല്ലാ സംഖ്യകളെയും പരിഗണിക്കുന്നുണ്ടോ? എല്ലാ എക്സ് വാല്യൂകളെയും പരിഗണിക്കുന്നുണ്ടോ? ഇല്ല. ഏറ്റവും വലിയ ആളെയും ഏറ്റവും ചെറിയ ആളെയും മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞ പോയിന്റ്. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഓൾ ദി ഒബ്സർവേഷൻ. എല്ലാ ഒബ്സർവേഷൻസ് അല്ലേ, എല്ലാ ഇനങ്ങളെയും പരിഗണിക്കുന്നില്ല. അതാണ് പോയിന്റ്. മൂന്നാമത്തെ ഡിമെറിറ്റ് ആണ് ഇറ്റ് കാനോട്ട് ബി യൂസ്ഡ് ഇൻ കേസ് ഓഫ് ഓപ്പണൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ. ഓപ്പണൻറ്റഡ് ഡാറ്റയും അതുപോലെ ക്ലോസ്ഡ് എൻഡഡ് പഠിച്ചിട്ടില്ലേ നമ്മൾ? ഓപ്പണൻറ്റഡ് ക്ലാസ്സുകളും ക്ലോസ്ഡ് എൻഡഡ് ക്ലാസ്സുകളും പഠിച്ചിട്ടുണ്ട്. എന്താണ് ഓപ്പണൻറ്റഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ? ഇത്രയേ ഉള്ളൂ, ക്ലാസ്സുകളായിട്ട് തരുന്ന ചോദ്യം. എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് സീരീസ്, സന്തത ശ്രേണിയിൽ ക്ലാസ്സുകളായിട്ടായിരിക്കും തരിക എക്സ് വാല്യൂ. ഒന്നാമത്തെ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും അവസാനത്തെ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റും തരില്ല. ഓക്കെ, ഓപ്പൺ ആയിരിക്കും. അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഫോർ എക്സാമ്പിൾ എങ്ങനെ പറയാം? ഒന്നാമത്തെ ക്ലാസ് ബിലോ 1000 to 1000 എന്ന് കൊടുത്തു. ഓക്കെ ആണല്ലോ? ബിലോ ടു 1000 എന്ന് കൊടുത്തു. അവസാനത്തെ ക്ലാസ് ഫോർ എക്സാമ്പിൾ 10,000 to എബവ് എന്ന് കൊടുത്തു. എന്ന് വെച്ചാൽ എന്താ? ഒന്നാമത്തെ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് നീചപരിധിയും അവസാനത്തെ ക്ലാസ്സിൻ്റെ ഉച്ചപരിധി അല്ലെങ്കിൽ അപ്പർ ലിമിറ്റും
തരാത്ത ക്ലാസ്സുകളെയാണ് ഓപ്പൺ എൻഡ് ക്ലാസ്സുകൾ എന്ന് പറയുക. ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ റേഞ്ച് കാണാൻ പറ്റുമോ? ഇല്ല. റേഞ്ച് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് സീരീസ്. സന്തത ശ്രേണിയിൽ എന്താ? അവസാനത്തെ ക്ലാസ്, ലാസ്റ്റ് ക്ലാസ്സിലെ അപ്പർ ലിമിറ്റും ഉച്ചപരിധിയും ഫസ്റ്റ് ക്ലാസ്സിലെ ലോവർ ലിമിറ്റും ഒന്നാമത്തെ ക്ലാസ്സിലെ നീചപരിധിയും തമ്മിലുള്ള വ്യത്യാസമാണ്. എന്നാൽ ഓപ്പൺ എൻഡ് ക്ലാസ്സുകളിൽ ഇവ രണ്ടും തരുമോ? ഇവ രണ്ടും തരൂല. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതാണ് അടുത്തൊരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഡീമെറിറ്റ് റേഞ്ച് കണ്ടുപിടിക്കുമ്പോഴുള്ള. ക്ലിയർ ആണല്ലോ? ഇത്രയാണ് റേഞ്ചിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്, ഗുണങ്ങളും ദോഷങ്ങളും. ഓക്കെ ആണല്ലോ? കൃത്യമായിട്ട് പോയിന്റുകൾ ഓർത്തു വെക്കണം. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ഒന്നാമത്തെ മെഷറായിട്ടുള്ള ഒന്നാമത്തെ ഡിസ്പേർഷൻ്റെ മെഷറായിട്ടുള്ള റേഞ്ചും അതുപോലെ അതിൻ്റെ റിലേറ്റീവ് മെഷറായിട്ടുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ചും ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ഉഷാറായിട്ട് പഠിച്ചു അല്ലേ? എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ രണ്ടാമത്തെ മെഷറുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.